ിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. റേഡിയോഗ്രാഫർ ഗ്രേഡ് 2 തസ്തികയിലേക്കുള്ള പരീക്ഷയാണ് ഇന്ന് 12/5/2026 ഇന്ന് രാവിലെ 2 ബാച്ചായിട്ടാണ് പരീക്ഷ നടന്നത്. ആദ്യത്തെ ബാച്ച് 8 മണി മുതൽ 11 മണി വരെയും രണ്ടാമത്തെ ബാച്ച് 10:45 മുതൽ 1:45 വരെയുമായിരുന്നു പരീക്ഷ ഉണ്ടായിരുന്നത്. അതിൻ്റെ അകത്ത് 2 കാറ്റഗറിയിലായിട്ടാണ് പരീക്ഷ ഉണ്ടായിരുന്നത്. ഒന്ന് 191/2025 പ്രസ്തുത തസ്തികയിലെ 2206 പേരാണ് കൺഫർമേഷൻ കൊടുത്ത് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുത്തത്. അതുപോലെ തന്നെ 546/2025 അതിൽ പ്രസ്തുത തസ്തികയിൽ 2387 പേരാണ് കൺഫർമേഷൻ കൊടുത്ത് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തത്. ഈ തസ്തികയിലേക്കുള്ള വേക്കൻസിയെ സംബന്ധിച്ച് നമുക്ക് നോക്കുകയാണെങ്കിൽ 2 തസ്തികയിലേക്കും ആന്റിസിപ്പേറ്റ് വേക്കൻസിയാണ് നിലവിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് വേക്കൻസികളെ കൃത്യമായിട്ട് നിർണ്ണയിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ധാരാളം ഒഴിവുകൾ പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടാതെ ഇതിൻ്റെ ശമ്പള സ്കെയിൽ നോക്കിയാൽ നല്ല സ്കെയിൽ ഓഫ് പേ ആണ് ഇതിൻ്റെ അകത്ത് ഉള്ളത്. റേഡിയോഗ്രാഫർ ഗ്രേഡ് 2-ന് 35,600 ആണ് ഇതിൻ്റെ ശമ്പള സ്കെയില് പറയുന്നത്. അപ്പോൾ ഇതിന്റെ പരീക്ഷയെ സംബന്ധിച്ച് വിശദമായ ഒരു അവലോകനമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. 2 സെക്ഷനുകളായിട്ടാണ് പ്രധാനമായിട്ടും ഇതിന്റെ സിലബസ് വരുന്നത്. ഒന്ന് റേഡിയോ ഡയഗ്നോസിസും അതുപോലെ തന്നെ റേഡിയോ തെറാപ്പി. അതാണ് ഇതിൽ നിന്നാണ് ഇങ്ങനെ 50 മാർക്കിന്റെ 2 പാർട്ടായിട്ടാണ് ഇതിന്റെ സിലബസ് വന്നിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ അകത്ത് റേഡിയോ ഡയഗ്നോസിസിന്റെ പാർട്ടിൽ നിന്നുള്ള ചോദ്യങ്ങൾ വലിയ കുഴപ്പിക്കുന്ന ചോദ്യങ്ങളല്ലായിരുന്നു എങ്കിൽ പോലും റേഡിയോ തെറാപ്പിയുടെ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ നല്ല ഉയർന്ന നിലവാരമുള്ള ചോദ്യങ്ങളും നല്ല കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ചോദ്യങ്ങളുമായിരുന്നു വന്നത്. അതുകൊണ്ട് തന്നെ വളരെ പ്രയാസമുള്ള ഒന്നായി റേഡിയോ തെറാപ്പിയുടെ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളെ കുട്ടികൾ വിലയിരുത്തുകയുണ്ടായി. എന്നാൽ റേഡിയോ ഡയഗ്നോസിസിന്റെ ചോദ്യങ്ങൾ നിലവാരം ഉണ്ടായിരുന്നു എങ്കിൽ പോലും അത്രയധികം കഷ്ടപ്പെടാതെ തന്നെ മാർക്ക് സ്കോർ ചെയ്യാവുന്ന രീതിയിലുള്ള ചോദ്യങ്ങളായിരുന്നു എന്ന് പല കുട്ടികളും പറയുകയുണ്ടായി. അതുപോലെ തന്നെ റേഡിയോ തെറാപ്പിയുടെ ഭാഗങ്ങൾ ഉയർന്ന നിലവാരം പുലർത്തുന്ന ചോദ്യങ്ങളാണെങ്കിലും പ്രത്യേക കൺഫ്യൂഷൻ ഉണ്ടാക്കുകയും നെഗറ്റീവ് മാർക്കിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ചോദ്യങ്ങളായിട്ടാണ് പല ഉദ്യോഗാർത്ഥികളും അതിനെ കണ്ടത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ പരീക്ഷയെ സംബന്ധിച്ച് വിശകലനം നടത്തുമ്പോൾ ഇതിന്റെ കട്ട് ഓഫ് മാർക്കിനെ സംബന്ധിച്ചൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഉദാഹരണമായിട്ട് ഈ തസ്തികയിൽ ഒരു തസ്തികയിൽ 2206 പേരും രണ്ടാമത്തെ തസ്തികയിൽ 2387 പേരുമാണ് കൺഫർമേഷൻ കൊടുത്ത് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തത്. അതുകൊണ്ട് തന്നെ ഉദ്യോഗാർത്ഥികളൊക്കെ തന്നെ അതിൻ്റെ അകത്തുനിന്ന് തന്നെ പോലും 70-72% ഉദ്യോഗാർത്ഥികൾ മാത്രമാണ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഹാജരായത്. അതുകൊണ്ട് തന്നെ ഉയർന്ന ലിസ്റ്റ് ഇടുകയാണെങ്കിൽ, ലിസ്റ്റ് വിപുലീകരിച്ച് പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ ആന്റിസിപ്പേറ്റ് വേക്കൻസി ആയതുകൊണ്ട് തന്നെ ലിസ്റ്റ് ഒട്ടും ചുരുക്കാതെ തന്നെ പ്രസിദ്ധീകരിക്കാനുള്ള സാധ്യതയാണ് ഏറെ ഉള്ളത്. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ കട്ട് ഓഫ് മാർക്കിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. 55-ന് മുകളിലൊക്കെ കട്ട് ഓഫ് മാർക്ക് വരാനുള്ള സാധ്യത ഏറെയാണ്. അപ്പോൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കട്ട് ഓഫ് മാർക്കിൽ വ്യത്യാസം വരുന്നത് പ്രധാനമായിട്ടും ഉദ്യോഗാർത്ഥികളുടെ ലിസ്റ്റിൽ വരുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണത്തിന് ആനുപാതികമായിട്ടാണ്. ഇവിടെ ലിസ്റ്റ് ആന്റിസിപ്പേറ്റ് വേക്കൻസി ആയതുകൊണ്ട് തന്നെ ലിസ്റ്റ് വിപുലീകരിച്ച ഇടാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് മാത്രമാണ് നമ്മൾ പൊതുവെ ഇങ്ങനെ ഒരു കട്ട് ഓഫിലേക്ക് എത്തിച്ചേർന്നത്. പിന്നെ പരീക്ഷയെ സംബന്ധിച്ച് നല്ല പ്രയാസമുള്ള പരീക്ഷയായിരുന്നു. ഉദ്യോഗാർത്ഥികളൊക്കെ തന്നെ പലരും ഇതിനെ സംബന്ധിച്ച് അഭിപ്രായം രേഖപ്പെടുത്തിയ അവസരത്തിൽ പലപ്പോഴും 2 സെക്ഷനുകളിൽ നിന്ന് വന്ന ചോദ്യങ്ങളും ഓരോ സെക്ഷനും നല്ല നിലവാരമുള്ള ചോദ്യങ്ങളാണെങ്കിൽ പോലും സെക്ഷൻ ബിയിൽ നിന്ന് നല്ല ഉയർന്ന നിലവാരമുള്ള ചോദ്യങ്ങളും കൺഫ്യൂഷൻ ഉണ്ടാക്കുകയും ധാരാളം കുട്ടികൾക്ക് നെഗറ്റീവ് മാർക്ക് വരികയും ചെയ്ത ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഷോർട്ട് ലിസ്റ്റിനെ സംബന്ധിച്ച് തുടർ നടപടികളൊക്കെ തന്നെ ഉടനെ പൂർത്തീകരിച്ച് ഷോർട്ട് ലിസ്റ്റ് വളരെ പെട്ടെന്ന് തന്നെ പ്രസിദ്ധീകരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ അധികം വൈകാതെ തന്നെ ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാനുള്ള സാധ്യത ഏറെയാണ്. ഏകദേശം സാധാരണഗതിയിൽ ഒരു 120 ദിവസങ്ങളിലൊക്കെ തന്നെ ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ PSC-ക്കുള്ളത്. അതുപോലെ തന്നെ അതിൽ നിന്നൊക്കെ മാറ്റങ്ങൾ വരുത്താതെ ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാനുള്ള സാധ്യത ഏറെയാണ് നിലനിൽക്കുന്നത്. അപ്പോൾ ഇന്നത്തെ റേഡിയോഗ്രാഫർ ഗ്രേഡ് 2 തസ്തികയിലേക്കുള്ള പരീക്ഷയുടെ വിശദമായ ഒരു അവലോകനമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി നിർത്തട്ടെ. നന്ദി, നമസ്കാരം.